லட்சு நான் டீ போட்டு தரேனே. அது குழപ്പം ഞാൻ തോളാം. இன்னைக்கு கேரட் வைக்கலாமா? வேற ஒண்ணுமில்ல. பயிர் தான் இருக்கு. நல்லா இல்ல. എന്നാ ഇത് നോക്കാം. ആന്റി മഴയൊക്കെ ഇപ്പോഴേ കനത്ത് തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഓഫ്, പാറുവിന് മടിയൊക്കെ കൂടും. ഒന്നാമതേ കുറച്ച് മടിയുള്ള കൂട്ടത്തില. ഇനി ഇപ്പൊ മഴയും കൂടെ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ പറയാൻ പാറു മുന്നാടി മഴയെല്ലാം ഇല്ല ലച്ചു. ரொம்ப நல்லா പഠിക്കറാ ഇപ്പോ. പഠിക്കാറ് അവിടെ പുറകെ നടന്ന് ആരെങ്കിലും കുന്തി കൊടുക്കുവാണെങ്കിൽ അവൾ പഠിക്കും. ആന്റി നോക്കിക്കോ, സ്കൂൾ തുറക്കട്ടെ അപ്പൊ അറിയാം. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ കുഴപ്പം. ഇപ്പൊ ഈ വീട്ടിലെ ഏറ്റവും വലിയ ഉഴപ്പന ആരാന്നറിയോ? ഇവിടുത്തെ വിദ്യാസമ്പന്നൻ. யாரு சொல்ற? நம்ம கேசுவாவா? கேசு ரொம்ப சூப்பர்ப்பா. സൂപ്പർ. എക്സാം റിസൾട്ട് വരട്ടെ അപ്പൊ അറിയാം. എന്റെ അളിയനല്ലേ, അവർ റാങ്ക് വാങ്ങും, നോക്കിച്ചു. അമ്മമ്മേ, അടുത്ത വർഷം ആവുമ്പത്തേക്ക് 10 ആക്കണേ. അതൊക്കെ തരാം, പക്ഷെ മിഠായി മേടിച്ച് കളയരുത്. എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വിനിയോഗിക്കണം. എന്താണ് അമ്മൂമ്മ പൈസ വല്ലതും കൊടുത്താ അവക്ക്? ഡെയിലി 5 രൂപ വീതം തരാന്ന് പറഞ്ഞു. മാസത്തിൽ ഒരു 30 ദിവസം. അപ്പൊ എത്ര രൂപയാവും? ആ മക്കളെ കണക്കൂട്ടിട്ട് പറ, എത്ര ആവും? ഒരു ദിവസം എന്ന് പറയുമ്പോ 5 രൂപ, 2 ദിവസം എന്ന് പറയുമ്പോ 10 രൂപ, 15 ദിവസം. பாரு நீயே சொல்லு. 10 நாளைக்கு 5 ரூபாய் வச்சு எவ்வளோ? ആന്റി சொல்லு. நீ சொல்ல. ആന്റി சொல்லு. 10 நாளைக்கு 5 ரூபாய் வச்சு 50 ரூபாய். 10 ദിവസം എന്ന് പറയുമ്പോ 50 രൂപ, 20 ദിവസം എന്ന് പറയുമ്പോ 100 രൂപ, അപ്പൊ 30 ദിവസം എന്ന് പറയുമ്പോ 150 രൂപയാ. കറക്റ്റ്. ഞായറാഴ്ച ദിവസം ഞാൻ തരത്തില്ല. അപ്പോ ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിവാക്കി മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. അതെ, എന്നെ രാവിലെ തൊട്ട് പണിയെടുപ്പിക്കുക. എനിക്ക് പണിയെടുക്കാൻ വയ്യ. പാറൂസിനെ ഞാനും ഡെയിലി 5 രൂപ വെച്ച് തരാം. അപ്പൊ അമ്മമ്മ തരുന്നത് ഞാൻ തരുന്നതും കൂടെ ടോട്ടൽ കൂട്ടിയിട്ടൊന്ന് പറഞ്ഞേ. അത് അളിയൻ എനിക്ക് തരണ്ട, ഉള്ളത് വെച്ച് ഞാൻ മുന്നോട്ട് പോകണം. കണക്കൂട്ടാനും അറിയാൻ പാടില്ല, പഠിക്കോ ഇല്ല, എന്തോന്നിത്? ആ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ പടവലത്തെ ചാർജ് കേശു ഏറ്റെടുത്തതിന് ശേഷം കുറച്ച് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. അവൻ അവിടെ നിന്ന് നൈസായിട്ട് പൈസ ഇസ്കുന്നുണ്ട്. അത് കൂടാതെ അമ്മൂമ്മ കൈമടക്ക് കൊടുക്കുന്നുണ്ട്. ഇല്ലേ? അത് കൊടുക്കുന്നുണ്ട്. എന്തിനാ കൊടുക്കണേ? അവൻ അവന്റേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? അവനെ ഇന്ന് രാവിലെ ആരെയൊക്കെ വിളിച്ചിട്ടേ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്ത് വള്ളി ഇനി പിടിക്കാൻ പോവാണെന്ന് ദൈവത്തിനറിയാം. அப்படின்னா அவன் ஏதாவது ஒண்ணு புதுசா ஒரு பரிപാടി யோசிச்சிருப்பான். അവൻ രാവിലെ എണീക്കുന്ന തന്നെ ഇന്ന് എന്ത് പരിപാടി ചെയ്യാം എന്ന് ആലോചിച്ചോണ്ട് തന്നെയാണ്. താങ്ക് യു. അമ്മൂമ്മയ്ക്ക് കട്ടെ ഇപ്പൊ വേണ്ട മക്കളെ. ആന്റിക്കോ? எனக்கு இப்ப வேண்டாம். ഹലോ, ആ ലച്ചു. ഇല്ല ലച്ചു, ഞാൻ നടക്കുക. ഞാൻ സ്റ്റാൻഡ് നോക്കി, ഓട്ടോ ഒന്നും കണ്ടില്ല. ഇപ്പൊ നടക്കാം. ഇതെന്തോന്ന് കേശുവേ, ഫാൻസി ഡ്രസ്സാ? അല്ലടാ, ഇതാരും ഓട്ടോ? എടാ, നീ ഓട്ടോ ഓടാൻ പോണോ? കേശു, ഡേ എനിക്കത് മനസ്സിലാവല്ല. അമ്മായി ടക്കിനെ വണ്ടി കയറി എല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാരും കൂടെ നിൽക്കുമ്പോ പറയാം. അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വരൂലേ? ഏറമ്മായി ഞാൻ തന്നെ എടുക്കണല്ലേ.
ഹായ് കേശ് ചേട്ടൻ. ചേട്ടനാ ഓട്ടോ ഓടിക്കുന്നേ. എന്തോന്ന് കോലം ചേട്ടാ ഇത്. കണ്ണെഴുതിയേക്കുന്ന സ്റ്റൈലാണ് മക്കളെ, സ്റ്റൈല്. വിളി സാധാരണ ഈ സമയം കിടന്ന് വിളിക്കണല്ലേ. അവര് പോലെ കേറ്റി വിളിയടി. ഓട്ടം പോണമാ. എടാ നീ എങ്കിലും പറ, ഇത് ആരുടെ ഓട്ടോ? വരട്ട്. എന്ത് കോലേത്? ഇതാരുടെ ഓട്ടോ? കേശു വിചാരിച്ച ഇവിടെ ഓട്ടോ അല്ല, ഫ്ലൈറ്റ്. ഇങ്ങനെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങും. ഇറക്ക് ഇറക്ക്. ഇപ്പൊ ഞാൻ വിചാരിക്കണില്ല. അപ്പോഴോ അമ്മൂമ്മ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഡാ, ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗമാ. ആരുടെയാന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കാൻ നോക്ക്. അമ്മൂമ്മ ഇത് ആരുടെയോ അല്ല, എന്റെ സ്വന്തം രതീഷ് ചേട്ടന്റെയാണ്. നമ്മുടെ ഒരു ചേട്ടൻ. പുള്ളിയുടെ അതിജീവനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അളിയാ, അപ്പൊ ഇനിയുള്ള കാലം നീ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്തായാലും പഠിച്ച ജോലിയൊന്നും കിട്ടാൻ പോണില്ല, അപ്പൊ ഓട്ടോ ഓടിച്ചെങ്കിലും ജീവിക്കട്ടെ. മയേ വേണ്ടേട്ടാ, വേണ്ടേ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻസ് ജോബ്. ഇല്ല പിന്നെ സാധാരണക്കാരന്റെ ജോലിയെ ആവാനിക്കില്ലെന്ന്. വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലേ. കേശു ഇപ്പൊ നിലവിൽ പഠിക്കുന്ന സ്റ്റേജിലാണ്, അതുകൊണ്ട് ഇപ്പൊ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യും. ഇത് തൽക്കാലത്തിന് 10 ദിവസം നമ്മളൂടെ കാണും. 10 நாள் இந்த ഓട്ടോ ഇങ്ങ இருக்குமா? ആമാ ആമാ ആമാ. അയ്യോ സൂപ്പർഡാ. അമ്മൂമ്മ സംഭവം എന്താണെന്നറിയോ, നമ്മുടെ രതീഷ് ചേട്ടന്റെ വണ്ടിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളി ഒരു 10 ദിവസത്തിന് നാട്ടിൽ പോയി. പുള്ളിയുടെ അച്ഛന് പെട്ടെന്ന് വയ്യാതായി. പാലക്കാടാണ് വീട്. ഇപ്പൊ 10 ദിവസം വണ്ടി ഓടാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോണ്, EMI തുടങ്ങിയ കുറെ പരിപാടികളുണ്ട്, അതങ്ങ് മുടങ്ങും. പുള്ളിക്കാണെങ്കിൽ 2 പപ്പ പിള്ളേരാണ്. അപ്പൊ പിന്നെ നമ്മൾ വേണ്ട ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ. ഓ, അപ്പൊ ഈ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് മൊത്തം നീ അവിടെ കൊണ്ട് കൊടുക്കും? പിന്നല്ല, നേരെ അവിടെ കൊണ്ട് കൊടുക്കും. അപ്പൊ ചേട്ടൻ എന്തോ കിട്ടും? ചേട്ടൻ എന്തോന്ന്, നമുക്ക് പണം എന്തിനു മക്കളെ, പണം പപ്പനാന്റെ കയ്യില്. ഇത് നമ്മൾ ആ ചേട്ടന്റെ ഒരു സന്തോഷത്തിനും നമ്മുടെ ഒരു ഫണ്ണിനും ഒരു കമ്മ്യൂണിക്കേഷൻ ആൾക്കാരുമായിട്ട് കിട്ടില്ലേ, അതിനുവേണ്ടി ചെയ്യണത്. അളിയാ, നല്ല കാര്യം അളിയാ. നീ എന്തായാലും ഒരു 10 ദിവസം എടുത്ത് ഓട്. മുതലാവുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഓട്ടോ മേടിച്ചു തരും. ഉള്ള ദിവസങ്ങളിലും നീ ഓട്, പിന്നെ വല്ലപ്പോഴും ഞാനും ഓടാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഓട്ടോ ഓടിക്കാൻ പോകുന്ന എന്താ ഈ പാറുവായി? ഓട്ടോ എന്ന് പറഞ്ഞപ്പോ നിനക്കൊരു പുച്ഛം. പിള്ളേ, இந்த ஓட்டோன்னு சொல்றது ரொம்ப ரொம்ப பெரிய ஒண்ணு. അതായത് ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ പ്രധാന ഭാഗം വഹിക്കുന്നത് ഓട്ടോയാണ്. ആശുപത്രി പോകണമെങ്കിൽ ഓട്ടോ, ജോലി സ്ഥലത്തിൽ പോകണമെങ്കിൽ ഓട്ടോ, അങ്ങനെ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും സാധാരണക്കാരനെ കരകയറ്റി ഉയർത്തുന്നത് இந்த ഓട്ടോ. മഴയാണെങ്കിൽ ഓട്ടോ, വെയിലാണെങ്കിൽ ഓട്ടോ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഓട്ടോ, റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഓട്ടോ, എയർപോർട്ടിൽ പോകണമെങ്കിൽ ഓട്ടോ. പണ്ഡിതനും പാവരനും ഒരേപോലെ ഒരേ സമയം ഉപയോഗിക്കുന്ന സമയരഥത്തിന്റെ മുച്ചക്ര തേരടിയത് സ്വർണ്ണ രഥം. இந்த ഓട്ടോക്കാരെന്ന് சொல்றது ஏழைக்கெல்லாம் சொந்தக்காரன்டா. இந்த ലോകത്തിലുള്ള എല്ലാ ഓട്ടോക്കാർക്കും വണക്കം. തമിഴ് വാഴ്ക. ഓട്ടോ വാഴ്ക. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നീ കൊറേ നേരമായിട്ട് ആരെയും അനുകരിച്ചോണ്ടിരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അന്ന് കേറി പോകുമ്പോൾ ഈ കർച്ചിഫ് ഇറക്കണയാണ്. മനസ്സിലാക്കണ്ടെങ്കിലൊന്ന് അല്ല പിന്നെ. டே கேசு, நம்ம இந்த ஓட்டோல பொருள் எல்லாம் வாங்க போலாமா? അനിപ്പന്ത് കേറുമാ, ഏറ് കമാൻ. ഞാനും വരും. ഏറ് ടൈമില്ല പോണം. ചെരുപ്പൊന്നും വേണ്ടേ? വേണ്ട. കോറസ ചെറുക്കൻ്റെ ഒരു കാര്യം നോക്കിക്കോ, ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ ഓട്ടോ കഥകളായിരിക്കും. മനുഷ്യന്റെ ചെവി അവൻ തിങ്ങ. എന്ത് ജോലി ചെയ്യാനുള്ള അവന്റെ മനസ്സുണ്ടല്ലോ, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ വേണം. അവസാനം വരെ ഇത് പറയണേ. ഓക്കെ മാം, നമുക്ക് കറക്റ്റ് പോകേണ്ടത് ആലുവ. മാം, ഓക്കെ. മാം ടൈം എപ്പോഴായിരുന്നു? 3 o'clock. Okay, ma'am, I will be there until 3 o'clock. Yeah. Are you alone or is there somebody else with you? No. Okay. Yeah, ma'am. Okay, thank you. അളിയാ, അളിയാ പറ.
നമ്മുടെ മാതൃഭാഷയൊക്കെ നീ മറന്നിരിക്കണു. പക്ഷെ അളിയ ഇത് അതല്ല, ഇത് വേറെ. അതായത് നമ്മുടെ കസ്റ്റമറാണ്, പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പൊ സംഭവം എന്താ സംഭവിച്ചെന്ന് ഞാൻ പോണ വഴിക്ക് പുള്ളിക്കാരി നമ്മുടെ ഓട്ടോയിൽ കയറി. പറഞ്ഞു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തോന്ന്, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്തോ വലിയ അത്യാവശ്യമായിട്ട് കാർ എടുത്തോണ്ട് പോയേക്കാണ്. പുള്ളിക്കാരിക്ക് പോവാൻ വണ്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും ഓട്ടത്തിന് നമ്മളെ വിളിച്ചാൽ നമ്മളെ കറക്റ്റ് 1 ടൈമിന് നമ്മൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓട്ടോ സെറ്റായി. വേറെ 2-3 ഓട്ടോ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പൊളി ഓട്ടോ എങ്ങോട്ടാ? ആലുവ. എടാ ആലുവ വരെയൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ, നിന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റുമോ? പിന്നെ അളെ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിനിടയിട്ട് ഇങ്ങനെ കുത്തി വളച്ചെടുക്കില്ലേ. കേശു കൈവെള്ളയിട്ട് കറക്കുവാണ് ഓട്ടോ. അത് പിന്നെ സംഭവം എന്തിനാന്നറിയാം അമ്മായിയേ, നമ്മുടെ രതീശ് എൻ്റെ ഓട്ടോ ഉള്ള സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പോയിട്ട് മേടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ പിന്നെ നമ്മളോട്ടുള്ള പരിചയം. ലൈസൻസ് ഉള്ളതിന്റെ അഹങ്കാരം. എന്താ അഹങ്കാരം കാണിച്ചൂടെ? കാണിക്ക്. അതേ എനിക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോണായിരുന്നു. എനിക്കും ജംഗ്ഷൻ വരെ ഒന്ന് പോണമായിരുന്നു. നമ്മൾ അങ്ങോട്ടൊന്ന് ഇറക്കോ? ഇറക്കിയാ മാത്രം മതിയോ? ഒരു 10 മിനിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഞാൻ ഇച്ചിരി അല്ലറ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓടി വരാം. 10 മിനിറ്റ് എന്ന് പറയുമ്പം വെയിറ്റിംഗ് ചാർജ് തരണം. പിന്നെ വെയിറ്റിംഗ് ചാർജ് തരണം. സംഭവം വീട്ടിൽ നിന്നാണ് പോകണമെങ്കിലും ഓട്ടോ ആണ്. നമ്മളെ കനകന്റെ കൊണ്ട് പോയല്ലോ ഇന്നാണ്. എഴുതി വെച്ചിട്ടുണ്ട് പേയ്മെന്റ് വരും, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം കയ്യിലില്ലാത്തോണ്ട് തന്നില്ല. പറ്റുബുക്ക നിങ്ങളെ പോലുള്ള പറ്റുന്നവരൊക്കെ വേണ്ടി പേയ്മെന്റ് തരുമോ? ശരി. എപ്പോ പോണം? ഇപ്പൊ പോണം. ഓക്കെ. നിനക്ക് എന്തെങ്കിലും ഓട്ടോ ഉണ്ടോ? എനിക്കൊരു ഓട്ടോ ഇല്ല. അളിയനും വല്ല ഓട്ടോ ഉണ്ടോ? നിനക്ക് ട്യൂഷൻ സെന്ററിൽ പോകാൻ ഓട്ടം വേണ്ടടി? ട്യൂഷൻ സെന്ററിൽ പോണായിരുന്നു. പിന്നെ അളിയാ, എനിക്ക് നാളെ രാവിലെ കുഴിപ്പളത്ത് പോകണം. പോയിട്ട് രാത്രി വരത്തുള്ളൂ, നീ തന്നെ ഓടണം. രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നാളെയോ മറ്റന്നാളെയോ എപ്പോഴാണെങ്കിലും ഓട്ടം. എന്താ കേച്ചു? അളിയാ 10 ദിവസം കഴിയുമ്പോ ഒരു എമൗണ്ട് രതീശന്റെ കൈ കൊടുക്കണം. ഞാൻ കൊടുക്കും. പിടിയാനാണ് തീരുമാനിച്ചിരിക്കണം അല്ലേ? പിഴിയാനാ? ആൾക്കാരെ പിഴിയാനാ? ഈ കേച്ചുവാ? അല്ലേ, അത് കൊള്ളാം. അമ്മായി കേക്കണം. നമ്മൾ இந்த ഓട്ടോ என்ன சொல்றது, இந்த ഓട്ടോ பெரிய മലയാളിക്ക് പറ, മലയാള ഭാഷയിൽ പറ. അല്ല, இந்த ഓട്ടോ പബ്ലിക് സർവീസ് ആണ്. ഓട്ടോ എന്താ മലയാളത്തിൽ പറയാം. ഈ ഓട്ടോ എന്ന് പറയണത് നമ്മൾ പബ്ലിക് സേവനത്തിന് വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. വിശ്വാസമില്ല? അല്ല, നീ പറ കേക്കോണ്. ന്യായമാണ് റേറ്റ് കയറണ്ടേ. ഓട്ടോടെ പറയാൻ എഴുതിക്കാൻ പോണ്. എന്തോന്ന് ആരും അറിഞ്ഞോണ്ട് ആ ഓട്ടോക്കകത്ത് കേറല്ലെന്നാ? നീ ഇനി അറിഞ്ഞോണ്ട് ആ ഓട്ടോക്കകത്ത് കയറി പോലെ കേട്ടല്ലേ? നീ ശരിക്കും സീരിയസ് ആയിട്ട് പറ, എന്തോ എഴുതാൻ പോന്നെ? എഴുതിക്കാൻ പോണതാ 12 വയസ്സിന് താഴെയുള്ള, വേണ്ട പോട്ട്, 14 വയസ്സിന് താഴെയുള്ള പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഫ്രീ സൗജന്യ ഓട്ടോ യാത്ര. സ്ത്രീകൾക്ക് ഫ്രീ ആക്കണോ വേണ്ടത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഫ്രീ ആക്കും. പിന്നെ ഗർഭിണികൾക്ക് ഫ്രീ, ആശുപത്രി കേസിന് സ്വാഭാവികമായിട്ടും ഫ്രീ, അപ്പൂമാർക്ക് ഫ്രീ, അമ്മൂമാർക്ക് ഫ്രീ, വയോധികങ്ങൾക്ക് ഫ്രീ. 20 വയസ്സിന് താഴെയുള്ള കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർക്ക് ഫ്രീ. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞു ലേഡീസിന് ഫ്രീ ആക്കണോ വേണ്ടത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ. പിന്നെ അല്ല, എല്ലാവർക്കും ഫ്രീ കൊടുക്കുവാണെങ്കിൽ പിന്നെ രതീഷായിട്ട് പൈസ എങ്ങനെ കൊടുക്കും? അത് ഇതിനൊന്നും പെടാത്ത ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കും, കൊടുക്കും. ഒരു എമൗണ്ട് ഞാൻ കൊടുക്കാതെ ഉറപ്പാണ്. പിന്നെ ഈ സ്റ്റുഡൻസിന് ST ആക്കണോ അതോ ഹാഫ് പൈസ മേടിച്ചാൽ മതിയോ എന്നൊരു ചിന്ത. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ. അങ്ങനെ എല്ലാവർക്കും ഫ്രീ അല്ലേ? ഫ്രീ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കോമഡി പോയാലോ? ടൈമില് ഏറി ഫോൺ എടുത്ത് എന്നേ
അമ്മൂമ്മ ഇത് എത്ര നേരം ഇങ്ങനെ നോക്കിയിരിക്കുവാ? നിങ്ങൾ ഇതോടെ പോയതാ? ജസ്റ്റ് ചെറിയൊരു ഓട്ടം പോയത്. എവിടെ? എന്റെ ഫ്രണ്ട് തൃപ്തിയുടെ വീട്ടിലോട്ട്. ഓ, തൃപ്തി. എന്നാ പിന്നെ നമുക്ക് പോവാം. എങ്ങോട്ട്? പടവലത്ത് പോകുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഓ പടവലം പടവലം. ഞാനേ വേറെ 2-3 ഓട്ടം ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ മിക്സ് ആയി പോയത്. പക്ഷേ പോവാം ഒരു 10 മിനിറ്റ്. എന്തേ 10 മിനിറ്റ്? വണ്ടി ഒന്ന് കഴുകണം. എടാ വണ്ടി പിന്നെ കഴുകാം. പിന്നെ കഴുകാന്നാ? അല്ലേ അമ്മൂമ്മ കൊള്ളാല്ല അമ്മൂമ്മ. നമ്മുടെ സ്വന്തം രതീശേട്ടന്റെ ആട്ടോ ആണ്. അതുകൊണ്ട് ആട്ടോ ഓരോ ഓട്ടം കഴിയുമ്പോഴും ഞാൻ വൃത്തിയാക്കും. എടാ എന്നാ പിന്നെ അത് പടവലത്ത് എന്നിട്ട് നിനക്ക് കഴുകാലോ. പടവലത്ത് ചെന്നിട്ട് ഇവിടുന്ന് പടവലം വരെ എന്ന് പറയുമ്പോ എസ്റ്റിമേറ്റ് ഓക്കെ അവിടെ ചെന്നിട്ട് കഴിവാന്നാ പിന്നെ கேசு பிரேக்ஃபாஸ்ட். ഓക്കെ ദോശാനില്ലേ? ஆமா 10 எண்ணெய் இருக்கு. 10 ഓംപ്ലേറ്റ് ஆம்லெட் வச்சிருக்கேன். ഓക്കെ അത് മതി. டேய் இது வச்சுக்கோ, ஜீரக தண்ணி. பாத்து എന്തോന്നത് എടാ ഈ 10 ദോശ നിനക്ക് എന്തിനാ? കഴിക്കേ. അങ്ങനെ അതായത് അമ്മൂമ്മ 5 ദോശ ആദ്യം കഴിക്കും, പിന്നെ ഒരു 11-11:15 ആകുമ്പോൾ തന്നെ ബാക്കിയുള്ള 5 ദോശ ഇവിടെ കഴിക്കും. അപ്പൊ കറക്റ്റ് ആവും. ഇനി പെട്ടെന്ന് വിശക്കും. എന്നാ എന്തെങ്കിലും ആട്ടെ, നമുക്ക് പോവാം. പോവാം. പടവലത്തോണോ? പടവലത്ത് പിന്നെ അമ്മൂമ്മ പടവലം വരെ ഓട്ടം അറിയാലോ, ഫണ്ടിങ് വീണം. എടാ ഞാൻ ഡീസൽ അടിച്ച് തരാം. ഡീസൽ അടിച്ച് തരാമെന്ന്. ഡീസൽ അടിച്ചു തരാന്നാ? അമ്മൂമ്മ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീടാണ് വീട്ടുകാരാണെന്നും പറഞ്ഞുകൊണ്ട് ഓട്ടത്തിന് ഫണ്ട് കുറയ്ക്കാൻ പറ്റില്ല. ഫുൾ ഫണ്ട് എനിക്ക് കിട്ടിയിരിക്കണം. 10 ദിവസം കഴിയുമ്പോ രതീശന്റെ കനത്തിന് കൊടുക്കാനുള്ളതാണ്. അത് പറഞ്ഞപ്പോളാ അമ്മായിയേ, ഇന്നലെ അമ്മായി ലച്ചേച്ചിയുടെ ഓട്ടോ കയറിയായിരുന്നു. കേറി. ഞാൻ ഓട്ടം വന്നായിരുന്നല്ലോ. വന്നായിരുന്നു. കാശ് മാത്രം തരാത്തെ? ലച്ചു തന്നില്ലേ? ലച്ചേച്ചി പറഞ്ഞ അമ്മായി തരുമെന്നാണേ. അവള് പറഞ്ഞ അവള് കൊടുക്കാന്ന്. ആണോ? പക്ഷെ എന്നോട് പറഞ്ഞ അമ്മായി തരുമെന്ന. ഞാൻ പച്ചബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഫണ്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ തരണം. രതീശന് കൊടുക്കാനുള്ളതാണ്. തരാം. തൃപ്തിയുടെ വീട്ടിലോട്ട് പോയല്ലോ ഓട്ടം. അതിനുള്ള കാശും കിട്ടണം. 1/2 മണിക്കൂർ വെയിറ്റിംഗ് ചാർജ് ഉണ്ട്, അതും തരണം. അതൊക്കെ ഒരു ഓട്ടോ ആണോ? ഓട്ടോ ആണ്. ഓട്ടോയ്ക്ക് അറിയാം, ഓട്ടോ ആണ്. അത് ഞാൻ എവിടെ നിന്നെടുത്ത് പൈസ തരും? ആ കുടുക്ക പൊട്ടിച്ചിങ്ങട്. എല്ലാ ദിവസവും അമ്മൂമ്മയുടെ 5 രൂപ വെച്ച് ഇസ്കറുണ്ടല്ലോ. തരാം. മര്യാദ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നീ ഇന്നലെ രാത്രി പോയിട്ടപ്പോ വന്ന്? അത് കുറച്ച് ലേറ്റ് ആയി പോയി അമ്മായി. ഒരു ഹോസ്പിറ്റൽ കേസായിരുന്നു. ഫ്രീ. അയ്യോ അത് ഞാൻ പറഞ്ഞില്ലല്ലേ പറ്റിയ കാര്യം. അമ്മൂമ്മ സംഭവം ഞാൻ ഈ ഫ്രീ ഓട്ടത്തിന്റെ കേസ് നാട്ടുകാരോട് മൊത്തം പോയി പറഞ്ഞു. ഇപ്പം പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഫ്രീ ഓട്ടത്തിനുള്ള ആൾക്കാർ മാത്രം നമ്മളെ വിളിക്കുന്നുള്ളൂ. എല്ലാം സെറ്റ് ആവുമായിരിക്കും അല്ലേ? സെറ്റാവും. അമ്മൂമ്മ ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഒരു 2 മിനിറ്റ് മക്കളെ പിടിക്കണം. എടാ നീ ഇതെവിടെ പോവാ? നമുക്ക് പോവാം. ജസ്റ്റ് വെയിറ്റ്. എന്തോ സ്റ്റൈലൊക്കെ പോണു. എന്തിന്? എടാ നീ ചെടിയൊക്കെ എടുത്തോണ്ട് എവിടെ പോണ്? സംഭവം വരുന്നില്ല, ഫുൾ കാർബൺ ഡയോക്സൈഡ് ആണല്ലോ. ഓട്ടോ ഓടുമല്ലേ നമ്മള്. അപ്പൊ കുറച്ച് ചെടി ലൈവായിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ഓക്സിജൻ കിട്ടും. കൊണ്ട് വെക്കടാ, ഓവറാക്കാതെ. എന്തോന്ന് ഓവറാ? ഇപ്പൊ തന്നെ ഫുൾ ഓവറാ. അല്ലേ ഓവറാ? വേണ്ടെങ്കി വേണ്ട, വേറെ ചെടി എടുത്ത് ഞാൻ വെച്ചോളാം. അമ്മൂമ്മ അപ്പൊ പോയാലോ? എങ്ങനെ പോയിട്ട് വരട്ടെ. ലഗേജ് ഇത്രേ ഉള്ളൂ? ഇതേ ഉള്ളൂ. എക്സ്ട്രാ ഇല്ലല്ലോ? ഇല്ല. എക്സ്ട്രാ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഫണ്ട് മേടിക്കും കേട്ടോ. ഇല്ല, ഇതേ ഉള്ളൂ. എന്നാ പിന്നെ കറക്റ്റ് 4 മണിയാവുമ്പോ ഞാൻ പോവും. അയ്യോ അതെങ്ങനെയാ? എനിക്ക് അവിടെ 1-2 അടുത്ത് കയറാനുണ്ട്. അയ്യോ അതെന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വേറെ ഓട്ടം പിടിച്ചു പോയി. അമ്മൂമ്മ എന്നെ ഓട്ടം വിളിച്ച് എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഓൺ ടൈമിന് എനിക്ക് എത്തണം. ഓക്കെ? ഓക്കെ. അതെ കുറച്ച് സ്പീഡ് കുറച്ച് പോണം. നിന്റെ വെപ്രാളൊന്നും എന്നോട് കാണിക്കല്ലേ. അമ്മൂമ്മക്കൊരു കാര്യം അറിയോ? നാട്ടുകാരൊക്കെ എന്ത് പറയണമെന്നറിയോ? ചെക്കൻ തീപ്പൊരിയാണല്ലോ, ഭയങ്കര സ്പീഡാണല്ലോ എന്നാണ്. അയ്യേ അവർക്കൊന്നും കണ്ണ് കണ്ടൂടെ? ഓട്ടോ എടുത്ത് ഓടിക്കാൻ തുടങ്ങിയ 2 ദിവസം ആയോളൂ, അതിന്റെ ഇടയ്ക്ക് സ്പീഡ് പോയി. ഓടാ. അമ്മായി അറിയാത്തോണ്ടാണ്. ചേട്ടാ ഓ ഞാനും വരട്ടെ? അമ്മായി നമുക്ക് പോവാ. ഇങ്ങോട്ട്? അല്ല എനിക്ക് മിഠായി മേടിച്ചേരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാ. அப்படின்னா நானும் வரேன். അതൊക്കെ ഓക്കെ, ഞാൻ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഞാൻ അതുവഴി പോവും. എടാ തിരിച്ചുണ്ടാക്കടാ. എന്നാ അത് ഓട്ടോ ആണ്. സാരമില്ല,
ആ ഫണ്ട് നമ്മൾ തരാം. ഉറപ്പാണ്? ഉറപ്പ്. എന്നാ വാ കേറിക്കോ. വാ 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 വാങ്ങോ വാങ്ങോ വാങ്ങോ. ടൈമില്ല പോണം. ആ വാ 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 ടൈമില്ല. കേറട്ടെ എടുത്തില്ല. ആ പിടിച്ചിരുന്നോളൂ. മിന്നൽ വേഗതയാണ്. വേദനിക്കുന്നുണ്ടോ അമ്മ? നല്ല വേദനയുണ്ട് മക്കളെ. പടവലത്തെ പറമ്പ് മൊത്തം നടന്നല്ലയോ. அம்மா நீங்க இங்க படிக்கிறீங்களா? ഭയങ്കര ക്ഷീണം കൊച്ചേ. சரி உங்களை இங்க விட்டுட்டு நம்ம கேசு எங்க போனா? അത് അവൻ എന്നെ ഇവിടോട്ട് വിട്ടിട്ട് എന്തോ ഡോക്ടറുടെ ഓട്ടം ഉണ്ടെന്നും പറഞ്ഞോണ്ട് പോയി. அம்மா எப்படி இருந்ததம்மா? அவன் நல்லா ஓட்டுறானா வண்டி? പിന്നെ നല്ല ഓട്ടും. ഞാൻ ജീവൻ പണയം വെച്ചാ വണ്ടിയിലിരുന്നേ. എന്തൊരു സ്പീഡായി കൊച്ചിന്. ദേ വണ്ടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെയൊക്കെയാ കൊണ്ടുവന്നെ. നല്ല സ്റ്റൈലിലൊക്കെയാ കൊണ്ടുവന്നെ. ഞാൻ പേടിച്ചാ അതിനകത്ത് ഇരുന്നേ. அம்மா அவன் சாப்பிட கூட வரலம்மா. ആ ഇനി അവൻ സാപ്പിടാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഓട്ടോ കൈ കിട്ടിയില്ലയോ. ഒന്നാമത് അവന് വണ്ടി എന്ന് വെച്ചാൽ ജീവനാ. അപ്പൊ പിന്നെ പറയാനുണ്ടോ? ഇനി ഊണും ഉറക്കം ഒക്കെ അതിനകത്തിലായിരിക്കും. அவனுக்கு வண்டினா உசுறுதாம்மா. ആ ഉശിര് തന്നെ. പക്ഷെ ഡീസൽ അടിക്കാൻ കാശ് ഞാനാ കൊടുക്കുന്നേ. ഓട്ടം പോയിട്ട് ആരും കാശ് കൊടുക്കുന്നില്ലെന്നേ. അയ്യോ അളിയാ അളിയോ അളിയാ. ஆமாமா கேஸோட சத்தம் தான். ഇനി എന്തോന്നാ? അളിയോ അളിയോ എന്തോളിയാ? എന്താടാ? എന്താ കാര്യം പറ. ആളിന്റെ അടുത്ത് പറയാം. എന്തുവാടാ? അളിയാ പോവാ. എങ്ങോട്ട് പോവാന്ന്? സമയല്ലേ സംസാരിച്ചിരിക്കാൻ പോവാ. എടാ എങ്ങോട്ട്? അളിയ ആവശ്യമുണ്ട് പോവാ. എടാ എന്തോന്ന് വെച്ചാ കാര്യം പറ. വണ്ടി ഇടിച്ച്. എന്റെ ദേവി. പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. டேய் அந்த ஆளுக்கு ஏதாவது ஆச்சாடா கேசு? நீ தானே சொன்ன ஒருத்தனை இடிச்சேன்னு. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഞാൻ ആരെ ഇടിച്ചൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഓടിച്ചോണ്ട് പോണ വഴിക്ക് ടക്കനെ ഒരു ബൈക്കാരൻ നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു വരവ്. ഞാൻ അവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി 360 ഡിഗ്രി വണ്ടി പിടിച്ച് ഒറ്റ കറങ്ങി ചെന്ന് നേരെ കയറിയത് നമ്മുടെ എഞ്ചിനീയറുടെ വീട്ടിലോട്ട്. ദൈവമേ. എന്തോ ദൈവത്തിന് പുള്ളി അവിടെ ഗേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഗേറ്റ് പിടിച്ച് പൊളിച്ചിട്ട് പത്രം വായിച്ചിട്ടിരുന്ന പുള്ളിയുടെ തൊട്ടടുത്ത് കൊണ്ട് വണ്ടിയൊക്കെ മാറി. എടാ നിനക്ക് ബ്രേക്ക് പിടിച്ചുകൂടായിരുന്നാടാ? ആ സമയത്ത് ബ്രേക്ക് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടണ്ടേ, നടക്കണ്ടേ. ഒരു അബദ്ധം പറ്റി ആക്സിലേറ്റർ കൂടെ കൂട്ടി കൊടുത്തു. പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി ഓടി കേട്ടോ. എന്തിന് നീ ഇറങ്ങി ഓടിയെന്തിന്? ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട്, ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കണേന്ന്. അപ്പം ആരെങ്കിലും എന്നെ കൈ കിട്ടി കഴിഞ്ഞാൽ എടുത്തു വെച്ച് സമയമില്ല. എങ്ങോട്ട്? അതന്നെ ഓട്ടോ ഇടിച്ചല്ലോ. ഓട്ടോയ്ക്ക് ഒരു 10,000 രൂപയുടെ പണി കാണും. പിന്നെ ഗേറ്റിന് ഒരു 15,000 രൂപയുടെ പണിയെങ്കിലും കുറഞ്ഞത് കാണും. മറ്റേ തള്ളണ ഗേറ്റ് ആയിരുന്നു വലിയ. ഓട്ടോടെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആ രതീശനോട് ചെയ്യാൻ പറ. നീ എന്നെ കൊണ്ട് ഇടിച്ചത് പുള്ളിയുടെ വണ്ടിയില്ല, പുള്ളിയല്ല തന്നു വിട്ടത്. പുള്ളി അല്ല തന്നു വിട്ടത്. പിന്നെ പുള്ളി വേണ്ടെന്നൊരു 100 തവണയിലും പറഞ്ഞാണ്. ഞാൻ നിർബന്ധിച്ച് എരന്ന് മേടിച്ചോണ്ട് വന്നതാ. എന്റെ ദൈവമേ, നീ 20-25,000 എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അളിയൻ തരും. ഞാനോ? എനിക്ക് തന്നെ പറ്റുന്നില്ല. താഴെയാ അളിയാ. അളിയന്റെ ഒരു അളിയാ. കേശോടാ ആ കർച്ചീഫ് ഒന്ന് തരാമോ? $25,000 പോയേ പോച്ച്.